പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലല്ല, മുദ്രാവാക്യം വിളിക്കുന്നതിൽ പ്രാവീണ്യം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയുടെ ഉൽപാദന റെക്കോർഡ് താഴ്ന്നുവെന്നാണ് രാഹുൽ തുറന്നടിച്ചത്. എക്സിൽ പങ്കിട്ട പോസ്റ്റിലാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ അറിയിച്ചത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഫാക്ടറികൾ കൂടുതൽ വരുമെന്നും തൊഴിലവസരം വർദ്ധിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഉൽപാദനം റെക്കോർഡ് താഴ്ചയിലേക്കും തൊഴിലില്ലായ്മ ഉയർച്ചയിലേക്കുമാണ് പോയത്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി ഇരട്ടിയിലധികം വർദ്ധിച്ചത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. 2014 മുതൽ നമ്മുടെ ഉൽപാദനം സമ്പദ് വ്യവസ്ഥയുടെ 14% കുറഞ്ഞെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രിക്ക് പുതിയ ആശയങ്ങളൊന്നും ഇല്ലെന്നും വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട PLI പദ്ധതിയെ ഇപ്പോൾ നിശബ്ദമായി പിൻവലിക്കുകയാണെന്നും രാഹുൽ പരിഹസിച്ചു. സത്യസന്ധമായ പരിഷ്കാരങ്ങളിലൂടെയും സാമ്പത്തിക പിന്തുണയിലൂടെയും ലക്ഷക്കണക്കിന് ഉൽപാദകരെ ശാക്തീകരിക്കുന്ന ഒരു അടിസ്ഥാന മാറ്റം ഇന്ത്യക്ക് ആവശ്യമാണെന്ന് രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞു. മറ്റുള്ളവർക്ക് ഒരു വിപണിയാകുന്നത് നമ്മൾ നിർത്തണം. നമ്മൾ ഇവിടെ നിർമ്മാണം നടത്തുന്നില്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നത് തുടരും. ചൈന ലോകത്തിലെ ഇലക്ട്രോണിക് വിപണിയാണ്. മറ്റൊരു ഇലക്ട്രോണിക് വിപണി എവിടെയുമില്ല. ഐഫോണുകൾ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ വേറെ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം ഇവിടെ തന്നെ വസ്തുക്കൾ നിർമ്മിക്കുക. ഇത് തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതേസമയം മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പോളിംഗ് ബൂത്തുകളിലെ CCTV ദൃശ്യം പുറത്തുവിടണമെന്ന കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിയുടെ ആവശ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരസിച്ചിരിക്കുകയാണ്. സ്വകാര്യതയും നിയമപരമായ കാരണങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷന്റെ ഈ തീരുമാനം. തിരഞ്ഞെടുപ്പ് ദിവസം വൈകിട്ട് 5 മണിക്ക് ശേഷമുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടാനായിരുന്നു രാഹുൽ ആവശ്യപ്പെട്ടത്. BJP നയിക്കുന്ന മഹായുതി സഖ്യമാണ് മഹാരാഷ്ട്രയിൽ വിജയിച്ചത്. വോട്ടെടുപ്പിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പാക്കുന്നതിനായി വോട്ടിംഗ് ബൂത്തുകളിലെ CCTV ഫൂട്ടേജ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നാണ് രാഹുൽ ആവശ്യപ്പെട്ടിരുന്നത്. തിരഞ്ഞെടുപ്പ് നടപടികളിൽ സുതാര്യത വർദ്ധിപ്പിക്കുകയും വോട്ടർമാരുടെ വിശ്വാസം ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്നായിരുന്നു രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച നിലപാട്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആവശ്യം നിരസിക്കുകയായിരുന്നു.